ഹായ്. അതെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നോണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറുണ്ണാം. ഇന്ന് രാവിലെ എല്ലാവരും എന്താ കഴിച്ചത്? ഞാൻ ഇന്ന് ചട്ടിയിൽ ചോറിട്ടുണ്ട് കേട്ടോ. ഇന്നെന്നല്ല, മിക്ക ദിവസവും ചട്ടിയിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൻ്റെ കാരണം തന്നെ അതിൻ്റെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്കറിയാം. മീൻ കറിയോ അല്ലെങ്കിൽ വേറെ മോര് കറിയോ അങ്ങനെ എന്ത് കറി, സാമ്പാറോ എന്തായാലും ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടീന്ന് തന്നെയല്ല, ചീഞ്ചട്ടി ആയാലും കുഴപ്പമില്ല. എന്തിലാണോ വയ്ക്കുന്നത് അതിൽ തന്നെ ഇട്ട് പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഇത് ഇന്നലെ ഞങ്ങൾ പോർക്കിറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് കറി ബാക്കിയുണ്ട്. കറിയൊക്കെ അവിടെ പകർത്തി വെച്ചു. എനിക്ക് ചട്ടി മാത്രം മതി. അപ്പം ഞാൻ ആ ചട്ടിയിൽ നല്ല ചൂട് ചോറാണ് കേട്ടോ. തണുത്ത ചോറൊന്നുമല്ല, ചൂട് ചോറ് ഇട്ടു. കുറച്ച് തൈര് എപ്പോഴും കുറച്ച് വീട്ടിലുണ്ടാവും. എപ്പോഴും എല്ലാവരും കഴിക്കണതാണ് കേട്ടോ തൈര്. എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടം. അപ്പോൾ തൈരും പിന്നെ ഒരു പച്ചമുളകും 2 ഉള്ളിയും ചതച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ചിലപ്പോൾ ചോറിനുമ്പോൾ കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിയോ പച്ചമുളകോ മാത്രം മതി, ഫുള്ള് ചോറുണ്ണു കേട്ടോ. നല്ല ഇഷ്ടമാണ് അങ്ങനെ ഉണ്ണാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ അങ്ങനെ കഴിക്കാൻ? പിന്നെ ഇന്ന് രാവിലെ പണികളൊന്നും എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് എന്തോ വിശന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറിനാന്ന് വിചാരിച്ചു. പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ല, അവരുടെ പണികളൊന്നും കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് വിശന്നു, ഞാൻ ചോറുണ്ടു. പിന്നെ നമ്മൾ പണ്ട് കാരണന്മാരൊക്കെ പറയില്ലേ, ഉണ്ട് കുളിക്കണവനെ കണ്ടാ കുളിക്കണമെന്ന്. അതൊക്കെ നമുക്ക് ഇപ്പം നോക്കാൻ പറ്റുന്നില്ല അല്ലേ. എനിക്ക് പറ്റില്ല കേട്ടോ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. വിശന്നാൽ പിന്നെ പോയി കുളിക്കാനൊക്കെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് വിശന്നു, ഞാൻ വേഗം എടുത്ത് കഴിച്ചിട്ടാ. എന്താ അല്ലേ, കാരണന്മാരെന്തൊക്കെയോ പഴമയിൽ കുറേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പം നമുക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? മനഃപൂർവ്വം വേണ്ട നിൽക്കണതല്ല, സാഹചര്യം നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണത്. സത്യം പറഞ്ഞാൽ രാവിലെ വേണമെങ്കിട്ട് കുളിച്ചിട്ട് പണികളൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ കുറേ കാലം. ഇപ്പം പിന്നെ മടിയായി തുടങ്ങി. ഇപ്പം ഒന്നിനും പോണില്ലല്ലോ, വീട്ടിലിരുന്ന് തിന്നലും മാത്രം പണി.